Forever you are mine and I am yours. You are the one that I've been waiting for. Oh, and I would wait for all my days. There's nothing I won't do if it leads me here to you. Oh, and I would wait for all my days. There's nothing I won't do if it leads me here to you. അങ്ങയുടെ തിരുപ്പതി സ്വർഗത്തിലെ പല ഭൂമിയിലും കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൈവത്തിന് ഫലമായി കർത്താവ് നല്ലവനാണ്. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം മുതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും.
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ. പ്രിയ പ്രിൻസൺ ജോസഫ്, ഐശ്വര്യ വില്യം, നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേരമാണിത്. നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങളൊക്കെ കണ്ടു കാണും. ഇനിയിപ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ വേദിയിലേക്ക് കടക്കുകയാണ്. നിങ്ങളൊന്നും അറിയുമോ? എത്ര നാളായിട്ട് അറിയാം? 7. അപ്പോൾ അറിഞ്ഞതല്ല ഇനി അറിയാനിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കേക്കുള്ളൂ. കാര്യം രണ്ടുപേരും ഇങ്ങനെ അളന്നാണ് നിൽക്കുന്നു. രണ്ടുപേരും അടുത്താകുമ്പോൾ കുറേശ്ശെ നമ്മിലുള്ള ഈ മറ്റാളിന് ഇഷ്ടപ്പെടാത്ത ചില ഘടകങ്ങളൊക്കെ പതുക്കെ പ്രത്യക്ഷപ്പെടാനായിട്ടുണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരാളും പൂർണ്ണമായിട്ടും എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരാളാണ്. എല്ലാ തികഞ്ഞ ഒരു പങ്കാളി എന്ന് പറയുന്നത് സങ്കല്പത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പതുക്കെ വിട്ടുവീഴ്ചയോടുകൂടി ജീവിതത്തെ സമീപിച്ചിട്ട് സാധിച്ചെടുക്കുന്ന ഒരു പരസ്പര ലയമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ട് 916 പരിശുദ്ധി എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ അല്ലേ? കേട്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് പരിശുദ്ധമായ സ്വർണമാണ് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം പരിശുദ്ധമായ സ്വർണം 24 ക്യാരറ്റാണ്. 2 ക്യാരറ്റ് ചെമ്പാണ് ഈ 916 പരിശുദ്ധി എന്ന് പറയുന്നത്. കാരണം ഈ 22 ക്യാരറ്റാണെങ്കിൽ അതിന് ഒടുങ്ങി പോകും. അപ്പോൾ ഒരു വില കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും നമ്മിൽ തന്നെയും ഒക്കെ ചില ദുർബലതകളും ഒക്കെ ഉണ്ടാകും. എന്നാൽ പരസ്പരം അത് നമ്മുടെ ബലങ്ങളുണ്ട്. ഇയാൾ അങ്ങോട്ട്, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പൂർണ്ണമായ ഒരു കാര്യം സാധിക്കും. നിങ്ങൾ നല്ല മാതാപിതാക്കന്മാരിൽ ജനിച്ചവരാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ എങ്ങനെ ജീവിച്ച് കാണിച്ചു അത് ഉദാഹരണമായി എടുക്കണം. ഇക്കാലത്ത് അത്ര എളുപ്പമൊന്നുമല്ല. ഒത്താലൊത്തു എന്നുള്ള വളരെ കാഷ്വൽ സമീപനത്തോടു കൂടിയാണ് വിവാഹത്തിലേക്ക് മനുഷ്യർ കടന്നു വരുന്നത്. ആഴ്ചയിൽ 7 ദിവസവും ഞാൻ രാവിലെ കാണുന്നത് ഒരു 5-8 ആണും പെണ്ണുമൊക്കെ കൂടെ വന്ന് നിരന്നിരിക്കുന്നതാണ്. ചിലരുടെ കയ്യിലൊക്കെ ചെറിയൊരു ട്രോഫിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യമുള്ളത്, അപ്പുറത്ത് ഇത്തിരി അങ്ങോട്ട് മാറിയിട്ട് ഒരല്പം ഇങ്ങനെ തലകുലിച്ച ഈ മുലകുലി മാറാത്തൊരു ആണും പെണ്ണോട് നിൽക്കുന്നുണ്ടാവും. എനിക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ചോദിച്ചു ഓടിയതാണല്ലേ. അപ്പം അത് ശരിയാക്കണം. അപ്പോൾ ചിലർ ബന്ധപ്പെട്ടോടും ഓടിയവർ ഇനി എങ്ങനെ ഊരിക്കൊണ്ടു പോകുന്നുണ്ടാവും. അപ്പോൾ അതൊന്നുമല്ല, ഇത് എന്നേക്കുമുള്ള ഒരു ബന്ധമാണ്. എല്ലാ മംഗളങ്ങളിലും പ്രാർത്ഥിക്കുന്നത് ജീവിതാവസാനം വരെ നിങ്ങൾ ഒരുമിച്ച് നല്ല കുടുംബമായിട്ട് മക്കളിലൂടെ അവരുടെ മക്കളിലൂടെ തലമുറകളായിട്ട് സന്തോഷിക്കാനായിട്ടുള്ളൊരു ബന്ധമാകട്ടെ നിങ്ങളുടേതെന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പുരോഹിതന്മാരുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമായ ഉദാശയാൽ മുദ്രണത്തിൽ ഉറപ്പിക്കുവാനാണ് നിങ്ങളിൽ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവ്വം ആശീർവദിക്കാൻ പോവുകയാണ്. അവിടുന്ന് ജ്ഞാനസ്നാനത്താൽ നിങ്ങളെ ഔദ്രീകരിക്കുന്നതാണ്. ഇപ്പോഴാകട്ടെ ഒരു പ്രത്യേക ഉദാശയാൽ നിങ്ങൾ
വൈവാഹിക ജീവിതത്തിൻ്റെ എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ നിർവഹിച്ച് ആജീവനാന്ത പരസ്പര വിശ്വസ്ത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ തിരുസഭാ വർഷം നിങ്ങളുടെ പരസ്പരത്തെ പരിശോധിക്കുകയാണ്. നിങ്ങളെ ഇരുവരും കൃത്യമായി വ്യക്തമായി മറുപടി പറയുക. ഐശ്വര്യ, നിങ്ങൾ വിവാഹത്തിലാകാൻ വന്നിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെ പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ്. നിങ്ങൾ ആര്യാവർത്തകന്മാരെന്ന നിലയിൽ ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാണ്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന സ്നേഹപൂർവ്വം സ്വീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ സഭയുടെ പ്രബോധനമനുസരിച്ച് വളർത്തുവാനും സന്നദ്ധരാണ്. വിവാഹപരിപാടിയായി പോകുന്ന നിങ്ങൾ വലം കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് സമ്മതപ്രകടമാക്കും. ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ ജീവിതാന്ത്യം വരെ സന്തോഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടുകൂടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്ന് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ ജീവിതാന്ത്യം വരെ സന്തോഷത്തിലും സന്താനത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടുകൂടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളിപ്പോൾ സഭാസമക്ഷം പ്രകടിപ്പിച്ച പരസ്പര സമ്മതം കർത്താവ് കാരുണ്യപൂർവ്വം സ്വീകരിച്ച് അനുഗ്രഹം ആശിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പന്നരാകട്ടെ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ പ്രകടിപ്പാതെ ദൈവത്തിനെ ഈ കാലി ആശീർവദിക്കണം. ഇതാ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായിരിക്കണം. ദൈവമേ, പ്രസാദത്തിന്റെ അടയാളമായ ഈ മന്ത്രകോടിൻ്റെ ആത്മാവും ആശീർവദിക്കണമെന്ന് ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദോടെ വസ്ത്രമായ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിൻ്റെ പ്രതിരൂപരമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാനും അനുഗ്രഹം നൽകുന്നു. നമ്മുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ താലി ധരിച്ചുകൊള്ളുക. പ്രിയ സഹോദരരെ, ക്രിസ്തു വിവാഹിതരായ ദമ്പതികളെ ദൈവം അനുഗ്രഹങ്ങൾ നൽകാനും ക്രിസ്തുവിൻ്റെ ദർശനങ്ങളാകുന്ന സ്വീകരണം വഴി പരിശുദ്ധമായ സ്നേഹബന്ധത്താൽ ഏകീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സമസ്തവും ഇല്ലായ്മയിൽ നിന്ന് അനന്തശക്തിയാൽ സൃഷ്ടിച്ചെന്ന ആദിയിൽ തന്നെ പ്രപഞ്ചം ക്രമപ്പെടുത്തിയ ശേഷം സ്വന്തം ഛായയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും പുരുഷനും സ്ത്രീയെ ജീവിതശൈലിയായി നൽകുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ മേലിൽ അവർ അതെല്ലാം ഒന്നാണെന്നും ഒന്നായിത്തീരുന്നവർ ഒരിക്കലും വിലപ്പെടുത്താൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്നു. ക്രിസ്തുവും സഭയും തമ്മിലായി പ്രതിബിംബിക്കത്തക്ക വിധം വിവാഹോടപടിയെ മഹത്തായ വിവരവസ്ഥ പ്രവർത്തനമാക്കുകയും ചെയ്തു. പിതാവിനെ വർദ്ധീസയിലുള്ള പുരുഷനെയും
സ്ത്രീയെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രഥമ സമൂഹത്തിൽ അനുഗ്രഹത്താൽ ധന്യമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ സംരക്ഷണം യാചിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരായ ഒന്നായി തീർന്നിരിക്കുന്ന അങ്ങയുടെ അവസരക്കടാക്ഷിക്കുന്നു. അങ്ങയുടെ സ്നേഹം നിറഞ്ഞ ഹൃദയവുമായി പരസ്പരം എടുത്തിരിക്കുന്ന ഉടമ്പടിയിൽ വിശുദ്ധരായി നിലകൊള്ളുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവധി കടാക്ഷം ഇവരുടെ മേൽ വർഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ ഈ പ്രിയ മകനെ അനുഗ്രഹിക്കണമേ. ഇയാൾ തൻ്റെ ഭാര്യയെ ജീവിതത്തിൽ തുല്യപ്രകാരം നിത്യസമ്മാനത്തിൻ്റെ കൂട്ടവകാശമായി ആദരിക്കുവാനും ക്രിസ്തുനാഥൻ സഭയെ നിരന്തരം സ്നേഹിച്ചതുപോലെ എന്നും സ്നേഹിക്കാനും അനുഗ്രഹം നൽകുന്നു. പിതാവേ, അങ്ങയുടെ ഈ പ്രിയ മകൻ തൃക്കൽപ്പാക്കണമേ. വിവാഹബന്ധത്താൽ ഭർത്താവുമായി ഒന്നായി തീർന്നിരിക്കുന്ന ഈ വധുവിനെ അനുഗ്രഹിക്കണമേ. നിർമ്മല സ്നേഹവും ശാന്തിയും കൊണ്ട് ധന്യനാക്കണമേ. വിശുദ്ധഗീതങ്ങൾ പ്രകീർത്തിക്കുന്ന പുണ്യവതികളായ സ്ത്രീകളെ എന്നും അനുഗ്രഹിക്കുകയും ഭർത്താവിൻ്റെ സ്നേഹത്തിലും വിശ്വാസത്തിലും എപ്പോഴും പാലിക്കുവാനുള്ള വേദനമേ. ദൈവമേ, ഞങ്ങൾ താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളായ വിശ്വാസം ഉറച്ചുനിന്ന് അങ്ങയുടെ കൽപ്പനകൾ നിരന്തരം അനുസരിക്കുവാൻ സഹായിക്കുന്നു. ഏകയോഗപ്രവരായവർ സ്വഭാവത്താൽ മാതൃകാ ദമ്പതികളായി പ്രദർശിക്കണമേ. സുവിശേഷത്താൽ ശക്തി ആർജിച്ച് സർവജന സമൂഹം ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. സന്താനത്താൽ ഇവർ അനുഗ്രഹീതരാകണമേ. ഇവർ പുണ്യസമ്പന്നരായ മാതാപിതാക്കന്മാരായി തീരുന്നു. പല തലമുറകളായി സന്താനങ്ങളുടെ കാണുവാനുള്ള ഭാഗ്യവും ഇവർക്ക് ഇരുവർക്കും നൽകണമേ. ഇവരിരുവരും ദീർഘായുസ്സുകളായി ജീവിക്കുവാനും ഈ ജീവിതത്തിന് ശേഷം സ്വർഗത്തിൽ പുണ്യവാന്മാർക്ക് നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷയോടുകൂടി ആയിരിക്കുകയും മാനവവംശത്തിന്റെ വർധനയ്ക്കായി അങ്ങ് സ്ഥാപിച്ചതിനെ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ പരമാധികാരത്താൽ സംയോജിപ്പിക്കപ്പെടുന്നത് അങ്ങേ സഹായത്താൽ കാത്തുരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാവട്ടെ. എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടണം എന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും.
ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. വിശുദ്ധ മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളി ചെയ്തു, സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കർത്താവിന്റെ സുവിശേഷം. തൻ്റെ അമൂല്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നവദമ്പതികളെ, വന്യ വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ നവദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ദൈവം അനാദിയിൽ അവർക്ക് വേണ്ടി ഒരുക്കിയ ദിവസമാണ് ഇന്ന്. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, ആഹ്ലാദിക്കാം. കർത്താവ് നൽകിയ ഈ ദിവസത്തെ ഓർത്ത് ഈ ദമ്പതികളുടെ വിവാഹം അഭിമന്യ പിതാവ് ആശീർവദിച്ച സമയത്ത് ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വളരെ സൂക്ഷ്മതയോടുകൂടെ നോക്കി. വിൽസൺ ജോസഫ് വളരെയേറെ വിയർത്തൊലിക്കുന്നുണ്ട്, പക്ഷേ ഐശ്വര്യക്ക് ഒരു വിയർപ്പില്ല. ഒരു തുള്ളി വിയർപ്പ് പോലും പുറത്തേക്ക് വന്നില്ല. പക്ഷേ മണവാളന്റെ വിയർപ്പും ക്ഷീണവും കണ്ടപ്പോൾ കപ്പിയ ചേട്ടന് സഹതാപം തോന്നി. അഡീഷണലായിട്ട് കാരണം വെച്ചു കൊടുത്തു. മക്കളെ, ഇതാണ് ജീവിതം. നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന ജീവിതം ഇതാണ് മക്കളെ. ഈ ദിവസത്തിന് വേണ്ടി അഭിമന്യ പിതാവ് പറഞ്ഞു, വളരെയേറെ സ്വപ്നം കണ്ടു. ഈ 7 മാസത്തെ സ്വപ്നമല്ല. നിങ്ങൾ യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, കൗമാരപ്രായത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടന്നു വന്ന നാൾ മുതൽ ഈ ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടു. വൈദികരായി ഞങ്ങൾ സെമിനാരിൽ ചേർന്ന കാലം മുതൽ ഓരോ ദിവസവും എന്നാണ് സഭാവസ്ത്രം സ്വീകരിക്കുന്നത്, എന്നാണ് ഡീക്കനാകുന്നത്, എന്നാണ് വൈദികനാകുന്നത്, എപ്പോഴാണ് ഞങ്ങൾ കർത്താവിന്റെ കാസയും വിലാസയും എടുത്ത് ഉയർത്തുന്നതൊക്കെ ഞങ്ങൾ പലപ്പോഴും സ്വപ്നം കാണുന്നവരാണ്. ഈ വിവാഹത്തെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതം വിജയിച്ചു. സ്വപ്നങ്ങളിലാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. നീതിമാനായ ജോസഫിന്റെ ജീവിതം അതാണ്.
സ്വപ്നങ്ങളിൽ ദൈവം സംസാരിക്കും. വിൽസനോട് അവന്റെ ഏകാന്തതയിൽ അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, സഹോദരങ്ങളുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ ഒരു ഏകാന്തത ഉണ്ടായിരുന്നു. അവൻ വല്ലാത്തൊരു അന്വേഷണത്തിലായിരുന്നു. ഒരു ദിവസം ഐശ്വര്യയെ കണ്ടുമുട്ടിയപ്പോൾ അവൻ അവന്റെ ഉള്ളുകൊണ്ട് പറഞ്ഞു, ഇവളാണ് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം. ഐശ്വര്യം ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, താനാണ് എൻ്റെ എല്ലാം എല്ലാം. എന്തൊരു ആനന്ദമായിരുന്നു ഈ ദിവസങ്ങളിലേക്ക് ഒരുങ്ങിയപ്പോൾ. പക്ഷേ ഈ അൽത്താരിലേക്ക് വന്നപ്പോൾ വിൽസൺ കറുത്ത കോർട്ടിട്ട് വന്നു. മറ്റൊരു കളർ കിട്ടിയില്ലേ. എന്ന മണവാട്ടിക്കുട്ടി നല്ല തൂവെള്ള ഉടുപ്പിട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് കുടുംബ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വിൽസൺ അറിഞ്ഞോ അറിയാതെ ഒരു കാര്യം മനസ്സിലായി. ഈ വിവാഹ ഉടമ്പടിക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ അവനൊരു പൂമ്പാറ്റയെ പോലെ പറന്നുല്ലസിച്ച് നടന്നു ജീവിതം. ഇനി ഇഞ്ചിഞ്ചായിട്ട് ഐശ്വര്യക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകണം. ആ അടയാളമാണ് ദുഃഖത്തിന്റെ അടയാളം. നീ കറുക്കും. എന്നാൽ അപ്പം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ നിങ്ങൾ പണി നോക്കി പലപ്പോഴും പറയുന്നു. പക്ഷെ ഐശ്വര്യം പറയാൻ നിങ്ങളൊരു യുവാവായിട്ട് യുവതിയായിട്ട് ഈ അൽത്താരിയുടെ മുമ്പിൽ കടന്നു വന്നു. അല്പം മുമ്പ് ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. നിങ്ങൾ ആരായിത്തീർന്നു? വിവാഹം ആശീർവദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു? നിങ്ങൾ പറയും ഭർത്താവായി ഭാര്യയെ. ഇവിടെ കൂടിയിരിക്കുന്നവരോട് ചോദിച്ചാൽ അവർ കുറെ ഉത്തരങ്ങൾ പറയും. പക്ഷെ ഈ അച്ഛൻ അംഗീകരിച്ചു കൊടുക്കില്ല. വാസ്തവത്തില് വിവാഹ ഉടമ്പടിയിൽ നിങ്ങൾ പങ്കുകാരായപ്പോൾ സംഭവിച്ചത് വിൽസൺ ജോസഫ് ക്രിസ്തുവായിട്ട് മാറി. ഐശ്വര്യ തന്റെ ഭർത്താവായ ക്രിസ്തുവാണ്. ഈ 7 മാസം നിങ്ങൾ വിവാഹം നിശ്ചയം കഴിഞ്ഞു. എല്ലാവരും പലപ്പോഴും പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടൊരു പിതാവ് പറഞ്ഞു കഴിഞ്ഞു. നിന്റെ പിടിവാശികൾക്ക് മുമ്പിൽ അവൻ കൊച്ചു കുട്ടിയെ പോലെ നിന്നത് മുന്നിരിക്കില്ല മോളെ. ഇനി അവൻ ക്രിസ്തുവാണ്. ഐശ്വര്യാണ്, അവൾ സഭയാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള പരിപാവനമായ ബന്ധമാണ് വിവാഹ ജീവിതത്തിന്റെ രഹസ്യം. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുക, ക്രിസ്തുവും സഭയും തമ്മിലുള്ള പരിപാവനമായ ബന്ധമാണ് വൈവാഹിക ജീവിതത്തിന്റെ ആധ്യാത്മിക രഹസ്യം. അപ്പോൾ ഇപ്പോഴിത് സംഭവിച്ചിരിക്കുന്നത് ഇവര് ക്രിസ്തു സഭയുമായിട്ട് മാറിയിരിക്കുകയാണ്. വിവാഹ ആശീർവാദം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കൂട്ടം മുമ്പിലോട്ട് വന്നു ഫോട്ടോയ്ക്ക് വേണ്ടി. ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ടുപേരുടെയും പേരൻസ് വളരെ ആഗ്രഹത്തോടെ ഓടി വന്നു. നിങ്ങളുടെ ജോലി എന്താ? ഇവരുടെ കുടുംബജീവിതത്തില് നിങ്ങളുടെ ജോലി എന്താണ്? ഇന്നലെ വരെ ഇവരുടെ രണ്ടുപേരെയും നിങ്ങളുടെ കൈയുടെ ഉള്ളിൽ ഒതുക്കി നിങ്ങൾക്ക് ഭരിക്കാമായിരുന്നു, പഠിപ്പിക്കാമായിരുന്നു, വിശുദ്ധീകരിക്കാമായിരുന്നു, എല്ലാമായിരുന്നു. സുവിശേഷ അല്പം മുമ്പ് അച്ഛൻ വായിച്ചു, അവൻ എല്ലാവരെയും വിട്ടുപേക്ഷിച്ച് ഭാര്യയോട് ചേർന്നു. അതിൻ്റെ അടയാളമായിട്ട് ഐശ്വര്യയ്ക്ക് ഒരു താലിമാല കൊണ്ട് കൊടുത്തു. ഈ താലിമാല, ഇവിടെ താലിമാല കിടക്കുന്ന ഒത്തിരി സഹോദരിമാരുടെ ഇപ്പോഴുണ്ട്. ഈ താലിമാല 1ആണോ 2ആണോ നിങ്ങൾ പറയരുത്. നിങ്ങൾ ഇന്ന് ജീവിതത്തിലേക്ക് വന്നതാണ്. ഈ താലിമാല കിടക്കുന്ന സഹോദരിമാർ ഒന്ന് കൈ ഉയർത്തിക്കേ. ഇത് 2ആണെന്ന് പറയുന്ന കൈ ഉയർത്തിക്കേ. താലിമാല 2ആണ്. ഒന്നാമത് കൈ ഉയർത്തിക്കേ. അങ്ങനെ താലി മോനെ മോനെ നിങ്ങൾ ഈ കുർബാനയിൽ കഴിഞ്ഞ് ഈ 2000
അന്ന് ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കണം. കൈ ഉയർത്തിയില്ല. രണ്ടാണെന്ന് പറഞ്ഞാൽ ഒരാൾ പോകുന്നില്ല. അറിയാൻ പാടാത്ത കാര്യമാണ് സ്വന്തം. താലിമാല ഒന്നല്ല, രണ്ടാണ്. കാരണം അഭിമന്യ പിതാവ് ഈ താലി ആശീർവദിച്ച സമയത്ത് മാലയുടെ കാര്യം പറഞ്ഞില്ല. ദൈവമേ, ഈ താലി ആശീർവദിക്കണമേ, ഇത് ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കണം എന്നാ പ്രാർത്ഥിച്ചത്. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെയും പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമാണ് ഈ താലി. അതുകൊണ്ടാണ് വിൽസൺ ജോസഫ് ഇത്തിരി ആരോഗ്യത്തോടു കൂടെ ബലമായിട്ട് കൂട്ടിയിട്ടു. ഇനി ഇത് ചാടി പോകരുത്, എന്റെ കൈ ഒതുങ്ങി നിൽക്കണം, എന്റെ മരണം വരെ ഐശ്വര്യ എന്റെ കയ്യിൽ ഒതുങ്ങി നിന്ന് എന്നോടൊപ്പം ജീവിക്കണം. ഞാൻ അവളെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, അവൾക്ക് വേണ്ടി എല്ലാം പങ്കുവയ്ക്കുന്നു. അവള് ആ പൂട്ട് നന്നായിട്ട് പൊട്ടിച്ചു, കടിച്ചുറപ്പിക്കാൻ നോക്കി, ബലം പ്രയോഗിക്കാൻ നോക്കി. പക്ഷെ പിതാവ് സമയം കൊടുത്തു, നന്നായിട്ട് പൊട്ടി. ഈ പൂട്ടാൻ ഉപയോഗിച്ച മാല എന്താണ്? ഈ മാലയാണ് ഇവിടെ ഫോട്ടോയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന രണ്ടുപേരുടെയും മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുക്കളാണ്. അത് നിങ്ങൾ ഓരോരുത്തരും, ഇവരല്ല. ഈ മാല ഉണ്ടായിരുന്നത് കൊണ്ടാണ് താലി ഇപ്പോഴാണ് കഴുത്തി കിടക്കുന്നത്. അപ്പൊ മാലയുടെ ജോലി എന്ന് പറയുന്നത് താലിയെ താങ്ങി നിർത്തുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ജോലി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇവരെ താങ്ങി നിർത്തേണ്ടവരാണ്. മോനെ മോനെ, നിങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കള് ഇതിലെ ഒരു കണ്ണിയാണ്. കണ്ണികൾ ചേർത്താണ് ഈ മാല ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ സഹോദരങ്ങൾ ഇതിൽ കണ്ണികളാണ്. നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഇതിൽ കണ്ണികളാണ്. വിൽസൺ ജോസഫും ഐശ്വര്യ തീരുമാനിക്കുകയാണ്, ഇനി പേരൻസ് ഒന്നും വേണ്ട. നമ്മുടെ സഹോദരങ്ങളെ ഒരു പരിധി നിർത്തിയിട്ട് നമുക്ക് ജീവിക്കാം എന്ന് നിങ്ങൾ എന്ന് തീരുമാനിക്കുന്നു, അന്ന് ഈ മാലയുടെ ഒരു കണ്ണി പൊട്ടും. മാലയുടെ കണ്ണി പൊട്ടിയ താഴെ തറയിൽ കിടക്കും. അതുകൊണ്ട് ബന്ധങ്ങൾ കളയരുത്. ഈ രണ്ടുപേരും ഇന്ന് സമാരംഭിച്ച ജീവിതത്തില് ശക്തി പകരേണ്ടവരാണ് ഈ രണ്ട് കുടുംബവും. ഇവരെ കൂടുതൽ ഭരിക്കാൻ പോകരുത്. ഐശ്വര്യയുടെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, ഭർത്താവിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇവർ വിരുന്നിന് വരുമ്പോൾ എപ്പോൾ വന്നാലും ശരി തന്നെ സുഖവും വിശേഷങ്ങൾ ചോദിക്കുന്നതല്ലാതെ വിൽസന്റെ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെ കുറിച്ച് ഒരു ഡോക്ടറേറ്റ് എടുക്കാനുള്ള തീസസ് എഴുതാനുള്ള ഒരു അന്വേഷണവും നടത്തരുത്. നടത്തിയാൽ ജീവിതം തകർന്നു. മോളെ, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് നിന്റെ വീട്ടിലെ വിരുദ്ധനും മറ്റു വിശേഷങ്ങൾക്ക് വരുമ്പോൾ ഒരിക്കലും അവിടുത്തെ കാര്യങ്ങളൊന്ന് പറയരുത്. സുഖം പറയുക, സന്തോഷം പറയുക, തീർന്നു. മോനെ, ഇതുപോലെ തന്നെ നീ ഐശ്വര്യയുടെ വീട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിൽ പോകുമ്പോൾ അമ്മവരും സഹോദരിമാരും ഇവിടെ എന്തിനിട്ട പാർട്ടീസൊക്കെ എന്തെങ്കിലും ചോദിക്കും. മിണ്ടിപ്പോകരുത്, ഒരു കൂട്ടിപ്പോകണം. നിങ്ങൾക്ക് തന്ന ജീവിതം മരണം വരെ വിശ്വസ്തയോട് ജീവിച്ച് ഐശ്വര്യമായിട്ട് പൂർണ്ണമാകണമെങ്കിൽ ഇത് നിയന്ത്രണം വേണം. പിന്നെ വല്ലപ്പൊഴുക്കി പിണങ്ങാം. രണ്ടുപേരും വല്ലപ്പൊഴുക്കി പിണങ്ങാം. പിണങ്ങിയാൽ നിങ്ങളുടെ തനി സ്വഭാവം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണ് പിതാവ് നേരത്തെ പറഞ്ഞത്. ഇന്നലകളില് ഈ 7 മാസത്തിനിടയ്ക്ക് സ്വർണ്ണം എടുക്കാൻ ഒരുമിച്ച് പോയി, വസ്ത്രം എടുക്കാൻ ഒരുമിച്ച് പോയി, അത്യാവശ്യം ആ കാര്യങ്ങൾക്കെല്ലാം ഒരുമിച്ച് പോയി. ഐശ്വര്യ ചോദിച്ചതൊന്നും തൻ്റെ മണവാളൻ നിരസിച്ചില്ല. ഇനി പലതും നിരസിക്കും. രണ്ടുപേരുടെയും ജീവിതം, കാരണം ഇനി ജീവിതം ആരംഭിക്കുക, ജീവിക്കേണ്ടതാണ്. ജീവിതം ജീവിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം പോലെ മറന്നു, ഇപ്പോൾ നിന്റെ കൈത്തട്ടിൽ കിടക്കുന്നതാണ് സാരി, മന്ത്രക്കോടിയ. നിന്നെ വെറു കൈയോടെ ഇവരെ കെട്ടിച്ചു വിടുമെന്ന് അച്ഛൻ തോന്നുന്നില്ല. മാന്യമായിട്ട് അവരുടെ സമ്പാദ്യങ്ങൾ കുറെ തന്നാണ് നിന്നെ
ഈ സാരിക്ക് ഒരു 30,000 രൂപയോ അല്ലെങ്കിൽ 40,000 രൂപയുടെ അകത്ത് മാത്രമേ വിലയുള്ളൂ, അല്ലെങ്കിൽ 50,000 രൂപ വില കിട്ടും. അവർക്കിതെല്ലാം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ഇന്ന് വിവാഹത്തിന് ഒരു സാരി കൂടെ വാങ്ങി തന്നൂടെ? ഈ സാരിക്ക് വേണ്ടി നീ എന്തിനു വേണ്ടി കാത്തിരുന്നു? വസ്ത്രം സംരക്ഷണത്തിലാണ്. വൈദികരായ ഞങ്ങള് ഈ പൗരോഹിത്യത്തിന്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ സഭയാണ്. മോളെ, ഈ മന്ത്രം കൂടിയ പരിശുദ്ധി നീ നിന്റെ ജീവിതത്തിൽ നിലനിർത്തുന്നിടത്തോളം കാലം വിൽസൺ ജോസഫ് പറയുന്നു, എനിക്ക് നിന്നെ സംരക്ഷിക്കുവാൻ കഴിയും. എനിക്ക് നിന്നെ സംരക്ഷിക്കുവാനായിട്ട് കഴിയും. സംരക്ഷണത്തിന്റെ അടയാളമാണ്. മനസ്സിലായോ? ഇത് ആചാരത്തിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ നാട്ടു നടപ്പിന്റെയോ ഭാഗമല്ല. ഇതൊരു അടയാളമാണ്. താങ്കളെ വിവാഹം കഴിക്കുന്ന പുരുഷന് താങ്കളെ സംരക്ഷിക്കുവാനുള്ള കഴിവുണ്ടെന്ന് തെളിയിച്ചു തരികയാണ്. തോബീത്തിന്റെ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. കൊച്ചു തോബിയാസിന്റെ മടക്ക് യാത്ര. വിവാഹം കഴിഞ്ഞ് 14 ദിവസം ഭാര്യയെ കൂട്ടിക്കൊണ്ട് തന്റെ ഭവനത്തിലേക്ക് പോകുവാൻ സമയമായി. ആ സമയത്ത് ഭാര്യയുടെ അപ്പൻ പറയുന്ന വാക്കുകൾ ഒരിക്കലും മറക്കരുത്. ഈ രണ്ടുപേരുടെയും മാതാപിതാക്കൾ കഴിഞ്ഞ കുറെ ദിവസം കൊണ്ട് ഉപദേശിച്ച് പുള്ളടത്താല മുഴുവൻ അങ്ങനെ പരതിരിക്കുകയാണ്. ഏതെല്ലാം ഉപദേശങ്ങൾ കിട്ടിയില്ലേ? കിട്ടി. മോക്ക് കിട്ടി. ഇതിലേതൊക്കെ തിരഞ്ഞെടുക്കണമെന്നതാണ് ഒരു സംശയം. ഞാൻ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ്. നിങ്ങളുടെ ഈ വിവാഹത്തിന് വചനം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. കഴിഞ്ഞ രാത്രിയിലെത്തി. ഐശ്വര്യയുടെ മാതാപിതാക്കള് വികാരിച്ചോട് ആവശ്യപ്പെട്ടു എന്നെ വിളിക്കണം. കാരണം കഴിഞ്ഞ നോമ്പ് കാലത്ത് 3 ദിവസം ഞാൻ ഇവിടെ ധ്യാനിപ്പിച്ചതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, ദൈവത്തോട് ചോദിച്ചപ്പോൾ, തോബിത്തിന്റെ പുസ്തകത്തിലെ വചനം കൊച്ചു തോബിയാസിന്റെ മടക്കി യാത്രയാണ് എന്റെ മുന്നിലെത്തിയത്. റഘുവിൽ തന്റെ മകളെയും മരുമകനെയും ആശീർവദിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ഇവരോട് പറയാനുള്ളത്. മക്കളെ, ഞങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. ഞങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. രണ്ടാമത് മകളോട് പറയുന്ന വാക്ക്, മകളെ, ഇനിമേൽ നിന്റെ മാതാപിതാക്കൾ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ. ഇനിമേൽ, മോളെ മറക്കരുത്, ഐശ്വര്യം മറക്കരുത്. ഇനിമേൽ നിന്റെ മാതാപിതാക്കൾ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കൾ. എന്നിട്ട് മകളോട് അപ്പനും അമ്മയ്ക്കും പറയാനുള്ള ഒരു കാര്യമാണ്, നിന്നെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ കണ്ണടയുന്നത് വരെ, ഈ ലോകം വിട്ട് ഞങ്ങൾ പോകുന്നത് വരെ നിന്നെ കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാൻ ഇടയാകട്ടെ. മോനെ, ഐശ്വര്യയുടെ അപ്പനും അമ്മയ്ക്കും നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്നോട് പറയാനുണ്ട്, ഞങ്ങളുടെ ജീവിതകാലത്ത് നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. ഐശ്വര്യയുടെ അപ്പനും അമ്മയും പറയുകയാണ്, എന്റെ മകൾ ഐശ്വര്യം ജനിക്കുന്ന മക്കളെ കണ്ട് ആനന്ദിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരട്ടെ. റഘുൽ മകളോട് പറഞ്ഞു, മകനെ, എന്റെ മകൾ സാറയിൽ ജനിക്കുന്ന മക്കളെ കണ്ട് ആനന്ദിക്കുവാൻ ദൈവം നിനക്ക് ഇടവരുത്തട്ടെ. അതേ അനുഗ്രഹമാണ് ഇപ്പോൾ. ഇനി ഒരു ഉപദേശമുണ്ട്, നീ എന്റെ മോളെ വേദനിപ്പിക്കരുത്, നീ എന്റെ മകളെ വേദനിപ്പിക്കരുത്. റഘുവിൽ അതാണ് തന്റെ മരുമകനോട് പറയുന്നത്. വിഭക്തിരിക്കുന്ന മക്കളെ കണ്ട് ആനന്ദിക്കുവാൻ ദൈവം നിനക്ക് ഇടവരുത്തും.
നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും. നീ ഒരിക്കലും എൻ്റെ മോളെ വേദനിപ്പിക്കരുത്. ലിസൺ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും, പക്ഷെ നിങ്ങളുടെ ഇടയിൽ രഹസ്യമില്ല. ചുരുക്കം നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് രഹസ്യമില്ല. നിങ്ങൾ രണ്ടുപേരുടെ വരുമാനം, രണ്ടുപേരുടെ ചിലവുകൾ നിങ്ങൾ എഴുതി കൂട്ടണം. ഒരിക്കൽ കടം വാങ്ങി ജീവിക്കുവാൻ നിങ്ങൾ മനസ്സ് വയ്ക്കരുത്. മോളെ, നാടോടുമ്പോൾ നടുകെ ഓടുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, അതും ഓടിക്കോട്ടെ. വരുമാനത്തിനപ്പുറത്ത് ആഡംബരത്തിന് വേണ്ടി നീ ഒരിക്കലും മനസ്സ് വയ്ക്കരുത്. നിങ്ങൾ രണ്ടുപേരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൊന്നു തമ്പുരാനോട് ഇങ്ങനെ പറയണം: ദൈവമേ, ഒരു ഭർത്താവ് നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, കുടുംബനാഥൻ എന്ന നിലയ്ക്ക്, കുടുംബനാഥി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നീ കൂടെ ഉണ്ടാകണം. ഈശോയെ വിളിക്കണം. രാത്രി ഉറങ്ങുവാൻ നിങ്ങൾ പോകുമ്പോൾ രണ്ടുപേരും പറയണം: കർത്താവേ, ഇന്ന് പകൽ അന്തിയോളം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിച്ചു. ചിലർക്ക് വിജയിച്ചു, ചിലർ പരാജയപ്പെട്ടു, ചിലർ ബാക്കിയുണ്ട്. നീ പൂർത്തീകരിക്കണം. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ രഹസ്യമായി തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണ് മക്കളെ വേണമെന്ന് തീരുമാനിച്ചു? കാലഘട്ടം വെച്ചോ? 1 വർഷം, 2 വർഷം, 3 വർഷം? അങ്ങനെ വല്ലത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചതായി പോകണം. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് പറയണം. എന്തിനാണ്? എത്രയും വേഗം നിങ്ങൾ കുഞ്ഞിന് ജന്മം കൊടുക്കണം. അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ സ്വീകരിക്കണം. ദൈവത്തിന്റെ കരങ്ങളിൽ ജന്മം കൊടുക്കണം. ദൈവം വളർത്തണം. ഈ കുഞ്ഞാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധങ്ങളെ ആഴപ്പെടുത്തി ജീവിക്കുന്നത്. മനസ്സിലായോ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും പാപങ്ങളും നേരുന്നു. പ്രാർത്ഥനയാകുന്ന താക്കോൽ കൊണ്ട് പ്രഭാതം തുറക്കണം. രാത്രിയുടെ യാമങ്ങൾ ഉറങ്ങുവാൻ പോകുമ്പോൾ പ്രാർത്ഥന എന്ന താക്കോൽ കൊണ്ട് അടയ്ക്കണം. നിശബ്ദതയുടെ നിശായാമങ്ങളിൽ ഞെട്ടിയുണരുമ്പോൾ പരസ്പരം ദൈവകരങ്ങളിൽ കൊടുക്കുവാൻ മറക്കരുത്. ദൈവം ജീവിതം നൊമ്പരത്തെ അനുഗ്രഹം
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പ്രതിചരിക്കുന്നതിനും അർഹരാത്ത തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ കുഞ്ഞാടിന ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, ദിവ്യകാരുണ്യമായെൻ്റെ ഉള്ളിൽ ഈശോ ഇന്നു വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി മനസ്സൊരുവൻ മെഴുതിരിയായി ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനായി. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ.
been searching my whole life for you, never knowing where it lead me to. You brought me to a place I never knew. Every moment still a mystery. Every day I wake up in a dream. For the first time I can finally see that every path has led me straight to you. I jump back into every memory, do it all again together, you and me. There's nowhere else that I would rather be, 'cause every path has led me straight to you.
ones, welcome to Vincent and Aishwarya's wedding reception. I am Samuel Malin, your host for the day. I would like to thank God for this beautiful day. I thank all of you who have made it here to celebrate with Vincent and Aishwarya as they begin a new journey. Let us now give a warmest welcome to them. Please rise and put your hands together for the new bride and groom. Congratulations, Mayanka and Aishwarya. Let me introduce you the bridegroom, Vincent Joseph J. Mayanka. He works as an aircraft engineer at AirAsia and Air India. The beautiful bride, Aishwarya William, is a chartered accountant and currently working as a senior audit assigned at Deloitte. I thank Jesus for adding Aishwarya to our family. It is with great joy I introduce to you the parents of the bride and the groom. I invite the bride's parents, Mr. William and Mrs. Binu William, the bride's brother, Mr. Andreas, who is married to Mrs. Anjana. Please come on. Now I invite the bridegroom's parents, Mr. K.D. Jude and Mrs. Preeti. Our queen, our grandmother Mariama, Vincent Anka's sibling Mary Jude, the elder sister, married to Madeline, blessed with a son Samuel Madeline, myself, sister Mary Diana, married to Sanosh and blessed with lovely children Yohanna and Sarah. Twin brother Benson Anthony, married to Amaya Jude and blessed with beautiful baby Mariam Rose. Vincent and Aishwarya exchange bind each other as a symbol of love. You are an awesome couple, perfectly joined by the plan of God, perfect for each other. May your life be blessed. Congratulations once again. Family, friends and loved ones, on behalf of Vincent and Aishwarya and their parents, I thank all of you for your time in gracing this day with your presence and blessings. Have a nice day, enjoy yourselves, thank you. Through the window, I see you waiting. You are smiling, 'cause I'm coming. Your eyes are a story, an ocean of memories, pictures of faces and places, and all of the things that make us feel like we have it all. All of the times that make us realize we have it all. We have it all. Life is beautiful. Life is beautiful. Living and dying, laughing or crying, if we have the whole world
it all. We have it all. Life is beautiful. Life is beautiful. Life is beautiful. Father's love, a wedding dance, New Year's dreams, a toast with friends, a soldier coming home from war, a faith, a hope for so much more. A brand new life, a mother's prayer, shooting stars, ocean air, a lover's kiss, and hard goodbyes, fireworks, Christmas lights. These are the things that make us feel alive. These are the times that make us realize life is beautiful. Life is beautiful. These are the things that make us feel. Life is beautiful. These are the times that make us realize. This was the year the glue gave out, when everything solid became a cloud. Uncertainty swirled around like dust, but home was a safe place for us. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today, I am thankful for you. Today, I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray. Don't know what the future has coming our way, but today I am thankful for you. You color the edges of all we've been through. Everything beautiful comes into view. I see what the headlines could never report. You are what's good in the world. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today, I am thankful for you. Today, I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray. Don't know what the future has coming our way, but today I am thankful for you. Hand in hand, side by side, gratitude will be our guide. Heaven knows what we might find tomorrow, but today I am thankful for you. Today, I am thankful
for you. Oh, today I am thankful for you. Today I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray. Don't know what the future is coming our way, but today I am thankful for you. Today I am thankful for you. Loving can hurt. Loving can hurt sometimes, but it's the only thing that I know. When it gets hard, you know it can get hard sometimes. It is the only thing that makes us feel alive. We keep this love in a photograph. We made these memories for ourselves, where our eyes are never closing, our hearts are never broken, and time's forever frozen still. So you can keep me inside the pocket of your ripped jeans, holding me closer till our eyes meet. You won't ever be alone. Wait for me to come home. Loving can heal. Loving can mend your soul, and it's the only thing that I know. I swear it will get easier. Remember that with every piece of and it's the only thing we take with us when we die. We keep this love in a photograph. We made these memories for ourselves, where our eyes are never closing, our hearts were never broken, time's forever frozen still. So you can keep me inside the pocket of your ripped jeans, holding me closer till our eyes meet. You won't ever be alone. And if you hurt me, that's okay, baby. Only words bleed inside these pages. You just hold me. I won't ever let you go. Wait for me to come home. 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 Oh, you can fit me inside the necklace you got when you were 16, next to your heartbeat where I should be. Keep it deep within your soul. And if you hurt me, well, that's okay, baby. Only words bleed inside these pages. You just hold me. I won't ever let you go. When I'm away,
passing over, and it feels like a dream. I could run and look for shelter, but you hold on to me. I'm under your skies. I'm caught in your eyes. Don't you know you stop the room, and all that I can see is you. I'm standing where the lightning strikes. I know this doesn't happen twice. You must be my once in a lifetime, in a lifetime. You must be my once in a lifetime. There's so much that I have told you, but it's all in my head. Ask me anything you want to, 'cause the answer is yes. I'll spend my whole life just being caught up in your eyes. Oh, don't you know you stop the room, and all that I can see is you. I'm standing where the lightning strikes. I know this doesn't happen twice. You must be my once in a lifetime, in a lifetime. You must be my once in a lifetime. So before the storm is past, I just wanna ask, can we make this moment last? So before the storm is past, I just wanna ask, can we make this moment last, moment last? You stop the room, and all that I can see is you. I'm standing where the lightning strikes. I know this doesn't happen twice. You must be my once in a lifetime, in a lifetime. You must be my once in a lifetime.
'Cause you're a sky, 'cause you're a sky full of stars. I wanna die in your arms. Oh. 'Cause you get lighter the more it gets dark. I'm gonna give you my heart. I don't care, go on and tear me apart. I don't care if you do. Cause in a sky full of stars, I think I see you. I think I see you. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.